എനിക്ക് എനിക്ക് എൻ്റെ ചേച്ചിയുടെ കാര്യത്തിൽ പേടിയുണ്ട് സാറേ. അർജുൻ കണ്ണനെ നോക്കി. നീ കണ്ണേട്ടാന്ന് വിളിക്കുന്നതാണ് എനിക്കിഷ്ടം, മനസ്സിലായോ? അല്പം ഗൗരവത്തിൽ തന്നെ കണ്ണൻ പറഞ്ഞു. അർജുൻ തലയാട്ടി സമ്മതിച്ചു. ഇനി പറ, എൻ്റെ കയ്യിൽ നിന്റെ ചേച്ചിയുടെ ലൈഫ് ഭദ്രമാവില്ലെന്നാണോ അർജുൻ്റെ പേടി? കണ്ണൻ ശാന്തമായി ചോദിച്ചു. അല്ല, അർജുൻ തിടുക്കത്തിൽ പറഞ്ഞു. പിന്നെന്താ? ഹരി അവരുടെ അരികിലേക്ക് വന്നിട്ട് ചോദിച്ചു. ശ്രീനിലയത്തിലെ കിരൺ വർമ്മയെ മോഹിക്കാൻ എൻ്റെ ചേച്ചിക്ക് അർഹതയില്ലെന്നാണ് എനിക്ക് കിട്ടിയ ഓരോ അടിക്ക് പിറകിലും അവന്മാർ വിളിച്ചറിയിച്ചത്. അർജുൻ്റെ മുഖം കടുത്തു. കണ്ണനും ഹരിയും പരസ്പരം നോക്കി. ഇന്നിപ്പോൾ എന്നെ ഉപദ്രവിച്ചവർ നാളെ എൻ്റെ ചേച്ചിയുടെ നേരെ തിരിഞ്ഞാലും. അർജുൻ കണ്ണനെ നോക്കി. കണ്ണൻ്റെ കൈകൾ തോളിൽ മുറുക്കുന്നത് സീത അറിഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ സാറേ. കണ്ണൻ്റെ കൂർത്ത നോട്ടത്തിൽ അർജുൻ പറയാൻ വന്നത് വിഴുങ്ങി. കണ്ണേട്ടൻ. അർജുൻ പെട്ടെന്ന് തന്നെ തിരുത്തിയപ്പോൾ കണ്ണൻ ചിരിച്ചു. ഞങ്ങൾക്ക് ആരുമില്ലെന്ന് ഈ നാട്ടിലെ എല്ലാവർക്കും അറിയാം. ഹരിയേട്ടനല്ലാതെ ആരും ഇക്കാലത്തിനിടെ സ്നേഹത്തോടെ ഒരു വാക്ക് പറയാൻ പോലും മിനക്കെടാറില്ല. എല്ലാവർക്കും ഞങ്ങളോട് പുച്ഛമാണ്. അച്ഛനും അമ്മയും ചെയ്ത തെറ്റിനാണ് ഇക്കാലം വരെയും ഞാനും എൻ്റെ ചേച്ചിമാരും ഇങ്ങനെ. വീണ്ടും അർജുൻ്റെ മുഖം വലിഞ്ഞു മുറുക്കി. കണ്ണൻ അവനെ ഒന്നുകൂടി തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. ശ്രീനിലയത്തിലുള്ളവർക്ക് കണ്ണേട്ടനെ വെച്ചിട്ട് വേറെന്തോ പ്ലാനും ഉണ്ടായിരിക്കും. അത് നടക്കാത്ത ദേഷ്യം ഇനിയും ചേച്ചിയോട് തീർക്കില്ലേ? എനിക്ക് പേടിയുണ്ട് കണ്ണേട്ടാ. അർജുൻ്റെ സ്വരം വിറച്ചു. നിനക്കെന്നെ വിശ്വാസമുണ്ടോ അർജുൻ? കണ്ണൻ്റെ ചോദ്യം കേട്ടിട്ട് അർജുൻ അവനെ മുഖമുയർത്തി നോക്കി. ഉണ്ടെന്നോ ഇല്ലെന്നോ പറയാനാവാത്തൊരു സംശയം അവൻ്റെ കണ്ണിൽ കണ്ണൻ കണ്ടുപിടിച്ചിരുന്നു. ഈ ഹരിയെ നീ എത്രത്തോളം വിശ്വസിക്കുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. അത്രത്തോളം വേണമെന്ന് വാശിയില്ല. പക്ഷേ എൻ്റെ മനസ്സിലും അങ്ങനെയൊരു ആഗ്രഹമുണ്ട്. കണ്ണൻ ചിരിയോടെ പറഞ്ഞു. നിനക്കൊരു ഏട്ടൻ്റെ സ്നേഹം വേണ്ടായിരിക്കും. പക്ഷേ എനിക്കൊരു അനിയനെ വേണം. കാരണം എനിക്കും ആരുമില്ല, നിൻ്റെ ഈ ചേച്ചിയല്ലാതെ. ചിരിച്ചുകൊണ്ടാണ് കണ്ണൻ പറയുന്നത്. ഹരി അവൻ്റെ നേരെ കൂർപ്പിച്ചു നോക്കി. ഞാൻ പിന്നെ നിൻ്റെ ആരാടാ? നീ കണ്ണനൊരു നിമിഷം വാക്കുകൾ കിട്ടാതെ വലഞ്ഞു. എത്ര കാലം കൊണ്ടൊരാളെ അറിയാമെന്നല്ല, അറിഞ്ഞിടത്തോളം അയാളെ എത്രത്തോളം മനസ്സിലാക്കി എന്നതാണ് ഒരു ബന്ധത്തിൻ്റെ ആഴം. അത് അളക്കുന്നതിനുള്ള മാനദണ്ഡം എന്നൊക്കെ പഠിപ്പിച്ച നിന്നെ ഞാൻ എന്ത് പേരിട്ട് വിളിക്കണമെന്ന് എനിക്കറിയില്ല ഹരി, സത്യം. ഹരിയും ഒന്നും പറയാനില്ലാതെ കണ്ണൻ്റെ തോളിൽ തട്ടി. എനിക്ക് ജീവനുള്ളിടത്തോളം കാലം സീതാലക്ഷ്മിക്കൊരു പോറൽ പോലും ഏൽക്കില്ലെന്ന് ഞാൻ നിനക്ക് വാക്ക് തരാം, നീ വിശ്വസിക്കുമെങ്കിൽ. വീണ്ടും കണ്ണൻ്റെ സ്വരം കടുത്തു. അർജുൻ്റെ കണ്ണുകൾ ഹരിയിലേക്ക് തെന്നി മാറി. ചെറിയ ചിരിയോടെ നിൽക്കുന്ന ഹരിയുടെ ചിത്രം അർജുൻ അല്പം ആശ്വാസം പകർന്നു. പകരം നീ കാരണം ഇനി നിന്റെ ഈ രണ്ടു ചേച്ചിമാരും വേദനിക്കേണ്ടി വരില്ലെന്ന് നീയും ഞങ്ങൾക്ക് വാക്ക് തരണം, അല്ലേ ഹരി? കണ്ണൻ ചോദിക്കുമ്പോൾ ഹരി ചിരിയോടെ തലയാട്ടി. അർജുൻ്റെ മുഖം വിളറി. എന്തേ, സഖാവിന് എതിർപ്പ് വല്ലതുമുണ്ടോ? ഹരി അർജുൻ്റെ തോളിൽ പിടിച്ചുകൊണ്ട് ചിരിയോടെ ചോദിച്ചു. ഞാനും ദേ ഇവനുമുണ്ട് നിന്റെ കൂടെ. ഹരി അവനിൽ ധൈര്യം പകർന്നു. അർജുൻ സമ്മതമെന്ന് തലയാട്ടി കാണിക്കുമ്പോഴും അവൻ്റെ മുഖത്തൊരാശങ്ക വിട്ടൊഴിയാതെ കിടപ്പുണ്ടായിരുന്നു. എങ്കിൽ കയറിയിരിക്കെ, നേരം ഒത്തിരിയായി, വീട്ടിൽ പോകാം. കണ്ണൻ തന്നെയാണ് അർജുന് മുന്നിലെ ഡോർ തുറന്നു കൊടുത്തത്. പോട്ടേടാ കണ്ണ. ഹരിയും യാത്ര പറഞ്ഞിട്ട് കാറിൻ്റെ മുന്നിലേക്ക് കയറിയിരുന്നു. പാർവതി കണ്ണനെ നോക്കി നേർത്തൊരു മന്ദഹാസത്തോടെ തല കുലുക്കി. അവനും ചിരിയോടെ അവളെ നോക്കി കണ്ണടച്ച് കാണിച്ചു. പിറകിലെ ഡോർ തുറന്ന് പാർവതി കയറിയതിനു ശേഷമാണ് കണ്ണൻ സീതയെ നോക്കിയത്. ആ മുഖം നിറഞ്ഞു നിൽക്കുന്നതത്രയും തന്നോടുള്ള സ്നേഹമാണെന്നുള്ള ഓർമ്മയിൽ കണ്ണന് ഉള്ളു നിറഞ്ഞു. നിനക്കെന്നെ കെട്ടിപ്പിടിച്ച് യാത്ര പറയാൻ തോന്നുന്നുണ്ടോ അലച്ചു? വളരെ പതിയെ അവളുടെ കാതോരം അത് ചോദിക്കുമ്പോൾ ഉള്ളിലെ വികാരം അവൻ എങ്ങനെ അറിഞ്ഞു എന്നൊരു പരിഭ്രമം സീതയുടെ മുഖത്ത് പ്രതിഫലിച്ചു. കണ്ണൻ ചിരികടിച്ച് പിടിച്ചുകൊണ്ട് ഒന്ന് ചുറ്റും നോക്കി. നാളെ നേരത്തെ വാ, ഞാൻ കാത്തിരിക്കും, അവൻ കണ്ണുറുക്കി പറഞ്ഞുകൊണ്ട് അവൾക്ക് വണ്ടി ഡോർ തുറന്നു കൊടുത്തു. അവിടെ പോയി വഴക്കുണ്ടാക്കാൻ നിൽക്കരുത്, കയറും മുന്നേ സീത ഓർമ്മിപ്പിച്ചു. ഇല്ലെന്ന് അവൻ കണ്ണടച്ച് കാണിച്ചത് അവൾക്കത്ര വിശ്വാസമായിട്ടില്ലെന്ന് ആ കൂർത്ത കണ്ണുകൾ അവനു മുന്നിൽ വെളിവാക്കി കൊടുത്തു. പോയിട്ട് നിന്നെയും സ്വപ്നം കണ്ടിട്ട് സുഖമായി കിടന്നുറങ്ങിക്കോളാം, അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ കവളയിൽ തട്ടി. സീത ചമ്മലോടെ കാറിന് നേരെ നോക്കി. അവരെല്ലാം കയറിയിട്ടുണ്ടാകുമോ എന്നൊരു വേവലാതി അവൾക്കുണ്ടായിരുന്നു. കണ്ണൻ പക്ഷേ കൂളായി നിൽപ്പുണ്ട്. അവനെ നോക്കിക്കൊണ്ട് തന്നെയാണ് കാറിലേക്ക് കയറിയത്. ഡോർ അടച്ചുകൊണ്ട് കണ്ണൻ കുനിഞ്ഞിട്ട് ഹരിയെ നോക്കി. ഓക്കേടാ, ബൈ. ഹരി ചിരിയോടെ കൈയുയർത്തി കാണിച്ചു. കണ്ണനും ബൈ പറഞ്ഞിട്ട് മാറി നിന്ന് കൊടുത്തു. വന്നപ്പോഴുള്ള ഹൃദയവേദനകളെ മുഴുവൻ അവിടെ ഉപേക്ഷിച്ചുകൊണ്ട് സീത മടങ്ങുന്നത് നോക്കി കണ്ണൻ നിർവൃതിയോടെ നിന്നുപോയി. അർജുൻ്റെ വാക്കുകൾ വീണ്ടും അവൻ്റെ കാതിലേക്ക് ഒഴുകിയെത്തി.
അതുവരെയുണ്ടായിരുന്ന ശാന്തത മാറി. പകരം അവിടെ എന്തൊക്കെയോ കണക്കുകൂട്ടലുകൾ നടന്നുകൊണ്ടിരുന്നു. നെഞ്ചിൽ നീറുന്ന പ്രശ്നങ്ങളൊക്കെയും ഓടി ഒളിച്ചൊരു ആശ്വാസത്തോടെ സീത സീറ്റിലേക്ക് ചാരി. തൊട്ടപ്പുറം ഓരോ നിമിഷവും ഹൃദയവേദന പേറി പുറത്തെ ഇരുട്ടിലേക്ക് തുറച്ചു നോക്കിയിരിക്കുന്ന പാർവതിയെ കണ്ടിട്ടും സീത അവളോടൊന്നും പറയാനോ ചോദിക്കാനോ പോയില്ല. ചോദിക്കാതെ തന്നെ അവൾക്കറിയാം ആ മനസ്സിലെ സംഘർഷങ്ങളുടെ ഭാരം. അതവളെ എത്രത്തോളം ശ്വാസം മുട്ടിക്കുന്നുണ്ട് എന്നതും. കാരണം ഹരി അവൾക്ക് മുന്നിൽ കുടഞ്ഞിട്ടത് കേവലം കുറച്ച് വാക്കുകൾ മാത്രമായിരുന്നില്ലല്ലോ. അവൻ്റെ സ്നേഹത്തിന് മുന്നിൽ അവൾ പകച്ചുപോയി. നിലയില്ലാത്ത കയത്തിൽ വീണതുപോലെ വെള്ളം കുടിച്ചും ശ്വാസം മുട്ടിയും കൈകാലിട്ടടിച്ചും ഒടുവിൽ അവൾ അവൻ്റെ സ്നേഹത്തിൽ തന്നെ നീന്തി തുടിക്കണം. നിവർന്നു നിൽക്കാൻ പഠിക്കണം. ജീവിതത്തിൻ്റെ നിറങ്ങളൊന്നും നഷ്ടം വന്നിട്ടില്ലെന്ന് അവൾ അറിയണം. അറിയാനുള്ള കാത്തിരിപ്പിലാണ്, ഹരിയെപ്പോലെ തന്നെ. കാരണം ഹരിയോളം അവളെ സ്നേഹിക്കാൻ ഈ ഭൂമിയിൽ ഇനി ആരാണ്? സീത പാർവതിയുടെ തോളിലേക്ക് ചാഞ്ഞു. ചിന്തകൾക്കിടയിലും പാർവതിയുടെ കൈകൾ അവളെ ചേർത്ത് പിടിച്ചു. എപ്പോഴത്തെയും പോലെ തന്നെ. 2 മണിയായിരുന്നു വീട്ടിലേക്ക് എത്തുമ്പോൾ. എന്നിട്ടും ഉമ്മറത്ത് കസേരയിൽ തന്നെ കൈമൾമാഷ് കാത്തിരിക്കുന്നുണ്ട്. സീതയും പാർവതിയും സങ്കടത്തോടെ പരസ്പരം നോക്കി. അകത്ത് കയറി കിടക്കാൻ സ്ഥലമില്ലാഞ്ഞിട്ടാവും ആ ഇരിപ്പെന്ന് രണ്ടുപേർക്കും മനസ്സിലായി. ആ എന്താ മക്കളെ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? മാഷ് ചിരിച്ചുകൊണ്ട് കസേരയിൽ നിന്നും എഴുന്നേറ്റു. ഈ ഉമ്മറത്തിങ്ങനെ കാറ്റും കൊണ്ടിരിക്കാൻ എന്ത് സുഖമാണ്. അവരുടെ ഉള്ളിലെ അരക്ഷിതാവസ്ഥയ്ക്ക് മുകളിൽ മാഷിൻ്റെ വാക്കുകൾ തഴുകി തലോടി. ഡോക്ടർ എന്ത് പറഞ്ഞടാ മോനെ? അർജുൻ്റെ കൈപിടിച്ച് കയറ്റിക്കൊണ്ട് മാഷു ചോദിച്ചു. കുഴപ്പമില്ല മാഷേ, ഇപ്പോൾ വേദനയ്ക്ക് നല്ല ആശ്വാസമുണ്ട്. ഹരിയോന്ന് നോക്കിയിട്ടാണ് അർജുൻ മറുപടി പറഞ്ഞത്. അമ്മ ഉറങ്ങിയോ അച്ഛാ? തിണ്ണയിൽ ഇരുന്നു കൊണ്ട് ഹരി ചോദിച്ചു. ഉണ്ടാവില്ല, ഇവിടെ എൻ്റെ കൂടെ ഇരിപ്പുണ്ടായിരുന്നു. ഇടയ്ക്ക് മോളുണർന്ന് ചിണങ്ങിയപ്പോൾ എഴുന്നേറ്റ് പോയതാ. അത് കേട്ടതും പാർവതി ധൃതിയിൽ അകത്തേക്ക് ചെന്നു. ഞാനിത്തിരി കട്ടനിടാം, സീത ഹരിയോടായി പറഞ്ഞു. ആ അതൊരു നല്ല ഐഡിയാണ്, മോള് വേഗം ചെല്ല്. അവനും പ്രോത്സാഹനം കൊടുത്തു. സീത ചിരിയോടെ തലയാട്ടിക്കൊണ്ട് അകത്തേക്ക് പോയി. ഇനി ഇവിടെ ഒടിഞ്ഞു മടങ്ങിയിരിക്കാതെ അകത്ത് പോയി കിടക്കടാ, സമയം ഒത്തിരിയായി. തിണ്ണയിലേക്ക് ഇരിക്കാൻ തുടങ്ങിയ അർജുനെ നോക്കി ഹരി പറഞ്ഞു. അവനും അത് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ മാഷും ഹരിയും അവിടെ ഇരിക്കുമ്പോൾ അകത്തേക്ക് കയറി പോവാനൊരു മടി. ചെല്ല് മോനെ, നല്ല ക്ഷീണം കാണും. മാഷും കൂടി പറഞ്ഞതോടെ അർജുൻ അതനുസരിച്ചു. ഹാളിൽ അവന് കിടക്കാനുള്ള പായ കൂടി വിരിച്ച് വെച്ചിട്ടാണ് സീത അടുക്കളയിലേക്ക് പോയത്. പാർവതി ചെല്ലുമ്പോൾ ലല്ലുവിനെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് വരത കിടപ്പുണ്ട്. ആ കാഴ്ച അവളെ ശ്വാസം മുട്ടിച്ചു. കാരണമറിയാത്തൊരു ഭീതി മനസ്സിൽ ചിറകടിച്ചു. ഹരിയുടെ ഇഷ്ടം അറിയേണ്ടായിരുന്നു എന്ന് ഇന്നേരം വരെയും തോന്നിയതിന് കണക്കില്ല. കാരണം അതറിഞ്ഞത് മുതൽ നഷ്ടപ്പെട്ടു പോയതാണ് മനസ്സിൻ്റെ നിയന്ത്രണം. എത്രയൊക്കെ വേണ്ടെന്ന് ശ്രമിച്ചിട്ടും അവൻ ജീവന് തുല്യം സ്നേഹിച്ചിരുന്നു എന്ന അറിവിന് മുന്നിൽ ഹൃദയം പിന്നിക്കീറുന്നു. അറിഞ്ഞില്ലല്ലോ, എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ എന്നുള്ള പരിഭവത്താൽ കൊഞ്ചുന്ന ഹൃദയത്തെ ശാസന കൊണ്ട് അടക്കം വയ്ക്കാൻ കഴിയാത്ത നിസ്സഹായത. കൊതിച്ച സ്നേഹം കിട്ടാത്ത ഇച്ഛാഭംഗം നിറഞ്ഞ മനസ്സിനെ അവൾ പലപ്പോഴും കണ്ടില്ലെന്ന് നടിച്ചു. ഇനി ഒരിക്കലും തനിക്ക് അവനെ തന്നിലേക്ക് ചേർത്ത് വെക്കാനാവില്ലെന്നുള്ള നഷ്ടബോധം ഉള്ളിൽ വിങ്ങി. ഹരിയുടെ സൗഹൃദത്തിന് കളങ്കമേറ്റെന്ന് ഇപ്പോഴും തോന്നുന്നില്ല. അവനവൻ്റെ ആത്മാർത്ഥ സുഹൃത്തിനെ പ്രണയിച്ചിട്ടില്ല. പ്രാണനായവളെ സുഹൃത്തായി പരിഗണിക്കുക കൂടിയാണ് ചെയ്തത്. അതിലെവിടെയാണ് തെറ്റ്? മനസ്സപ്പോഴും ഹരിക്ക് വേണ്ടിയാണ് വാദിക്കുന്നത്. പക്ഷേ ഇനി അവൻ്റെ സ്നേഹം സ്വീകരിച്ചാൽ അതായിരിക്കാം അവനോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു അനീതി. 8 മാസത്തെ ദാമ്പത്യമായിരുന്നുവെങ്കിലും ഒരുത്തൻ്റെ ഭാര്യയായവൾ അയാളുടെ കുഞ്ഞിൻ്റെ അമ്മയാണ്. ഗിരീഷേട്ടൻ തന്നെ സ്നേഹിച്ചിരുന്നു. ഒത്തിരി ആലോചിച്ചു നോക്കിയിട്ടുണ്ട് അങ്ങനെയൊരു ചോദ്യം. ആ കൂടെയുണ്ടായിരുന്നപ്പോഴും മറ്റൊരുത്തിയിൽ ആകൃഷ്ടനായി തന്നെ കറിവേപ്പില പോലെ ഉപേക്ഷിച്ച് കളഞ്ഞതിന് ശേഷവും. ഉത്തരം പക്ഷേ അങ്ങേയറ്റം വേദനിപ്പിക്കുന്നതാണ്. അയാൾ സ്നേഹിച്ചിരുന്നു പാർവതിയുടെ ശരീരത്തെ. അതിനുമപ്പുറം ഒരു ചുംബനം നൽകാനോ ചേർത്ത് പിടിക്കാനോ ശ്രമിക്കാത്തവനോട് അതിനൊന്നും വേണ്ടി ഒരിക്കലും യാചിക്കാൻ ശ്രമിച്ചിട്ടില്ല. കാരണം കിട്ടുന്നതിൽ കൂടുതൽ മോഹിക്കാൻ അർഹതയില്ലെന്ന് അവഗണനയുടെ കയ്പുനീർ ഒരുപാട് അനുഭവിച്ചിട്ടുള്ളത് കൊണ്ട് ഹൃദയം പലപ്പോഴും ഓർമ്മപ്പെടുത്തി തന്നിരുന്നു. ജീവിച്ചിരുന്നു, സന്തോഷിച്ചിരുന്നു. ആ ചോദ്യം എപ്പോഴത്തെയും പോലെ അവളിൽ ഒരു പുച്ഛമാണ് നിറച്ചത്. ഒന്നറിയാം, നന്നായി അഭിനയിച്ചിരുന്നു. അവളിലേക്കാണ്, അങ്ങനെ ഒരുത്തിയിലേക്കാണ് ഹരി അവൻ്റെ സ്നേഹം ചേർത്ത് വയ്ക്കാൻ ശ്രമിക്കുന്നത്. മനസ്സെല്ലാം മരവിച്ചു പോയതിലേക്കാണ് അവൻ്റെ പ്രണയം തുന്നിച്ചേർക്കാൻ തിടുക്കപ്പെടുന്നത്. അവൻ്റെ നല്ലൊരു ജീവിതം ഹോമിച്ച് കളയാൻ പാടില്ലെന്ന് അവനത് പറഞ്ഞ നിമിഷം തന്നെ ഉള്ളുകൊണ്ട് ഉറപ്പിച്ചതാണ്. അതിൻ്റെ പേരിൽ ഇനിയും ഒരു പഴി കേൾക്കാൻ വയ്യ. അവൻ്റെ ഇഷ്ടം ഒരിക്കലും ആരും അംഗീകരിച്ചു കൊടുക്കില്ലെന്ന് 100 വട്ടം ഉറപ്പാണ്. പിന്നെ എന്തിന് അറിഞ്ഞുകൊണ്ട് വെറുതെ വേദനിക്കാൻ മനസ്സിനെ എറിഞ്ഞു കൊടുക്കണം?
എല്ലാം ഹരിയുടെ വീട്ടിൽ അറിയുമ്പോൾ ഇത്തിരിയെങ്കിലും സ്നേഹം കാണിക്കുന്ന അവരും കൂടി ശത്രുക്കളായേക്കും. മറ്റൊന്നും തന്നെ സംഭവിക്കാൻ പോണില്ല. അവൾക്ക് വീണ്ടും ശ്വാസം മുട്ടി. തളർച്ചയോടെ ചുവരിൽ ചാരി. ആ മോൾ എപ്പോ വന്നു? വരദ മുന്നിൽ വന്ന് നിന്നിട്ട് ചോദിക്കുമ്പോഴാണ് പാർവതി വീണ്ടും സ്വബോധത്തിലേക്ക് തിരികെ വന്നത്. എന്താ പാറു, എന്തെങ്കിലും പ്രശ്നമുണ്ടോ മോളെ? ഡോക്ടർ എന്തു പറഞ്ഞു? വരദ തുടരെ തുടരെ ചോദ്യങ്ങൾ കൊണ്ടവളെ മൂടിയിട്ടും ഒരക്ഷരം മിണ്ടാതെ പാർവതി അവരെ തുറച്ചു നോക്കി. വയ്യേ മോളെ നിനക്ക്? അലിവോടെ അവർ പാറുവിൻ്റെ കവിളിൽ തൊട്ടു. ആ സ്പർശം കൂടി ഏറ്റതോടെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. എന്തിനാ മോളെ നീ ഇപ്പോൾ കരയുന്നേ? വരദ വേവലാതിയോടെ ചോദിച്ചു. അജു, അവന് കുഴപ്പമില്ലെന്ന് ഹരി വിളിച്ചു പറഞ്ഞിരുന്നു. പിന്നെ എന്താ ഇപ്പോൾ നിന്റെ സങ്കടം? വരദ അവളെ ചേർത്ത് പിടിച്ചു. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, അറിഞ്ഞുകൊണ്ട് ചെയ്യുകയുമില്ല. എന്നെ വെറുക്കരുത്. അവർക്ക് മുന്നിൽ കൈകൂപ്പി നിറഞ്ഞ കണ്ണോടെ നിൽക്കുമ്പോൾ അതെന്തിനെന്ന് വരദ അവളോട് ചോദിച്ചില്ല. പാർവതിക്കും അറിയില്ലായിരുന്നു അപ്പോഴെന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന്. സീത എല്ലാവർക്കും ചായയിട്ട് കൊടുത്തു. അതുകൂടി കഴിഞ്ഞിട്ടാണ് അവർ പോവാനിറങ്ങിയത്. അമ്മ ഇനി പോയിട്ട് പിന്നെ വരാൻ കേട്ടോ, വിഷമിക്കരുത്, എല്ലാം ശരിയാവും. പാർവതിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് വരദ യാത്ര പറഞ്ഞു. കൈമൾ മാഷും ഹരിയും പരസ്പരം നോക്കിയൊന്ന് ചിരിച്ചു. പോട്ടേടി മോളെ. സീതയെ കൂടെ ചേർത്ത് പിടിച്ചിട്ടാണ് അവർ മുറ്റത്തേക്കിറങ്ങിയത്. ഇനി വാപ്പൊളിച്ച് നിൽക്കാതെ പോയി കിടക്കടി. നാളെ നേരത്തെ വരാമെന്ന ഒരുത്തിന് വാക്കുകൊടുത്ത് വന്നതല്ലേ. ഇപ്പോൾ തന്നെ മണി 3 സീതയുടെ തലയ്ക്കൊരു മേട്ടം കൊടുത്തുകൊണ്ട് ഹരി പതിയെ അവൾക്ക് കേൾക്കാൻ വേണ്ടി മാത്രം പറഞ്ഞു. അവൾ ചമ്മലോടെ ചിരിച്ചുകൊണ്ട് അകത്തേക്ക് വലിഞ്ഞു. കൈമൾ മാഷ് മൊബൈൽ ടോർച്ച് തെളിയിച്ചുകൊണ്ട് മുന്നിൽ ഇറങ്ങിപ്പോയിരുന്നു. അയാളുടെ കൂടെ വരദയും. ഹരി അടുത്തേക്ക് വരുന്നതറിഞ്ഞുകൊണ്ട് പാർവതി ഒന്നുകൂടെ ചുവരിലേക്ക് പറ്റിക്കൂടി. വേദനയോടെ അത് നോക്കി ഹരി അവിടെ തന്നെ നിന്നു. നിനക്കെന്നോട് വെറുപ്പാണോ പാറു? അങ്ങേയറ്റം വേദന നിറഞ്ഞ ആ ചോദ്യം. അവൾ ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി. ഇല്ലെന്ന് തലയാട്ടി. വെറുക്കേണ്ട തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് അവളുടെ ഹൃദയം അലമുറയിട്ടു. എനിക്ക് അത്രയ്ക്കും ഇഷ്ടമുണ്ടായിട്ടാ. ഇനിയും നിന്നോടത് പറഞ്ഞില്ലെങ്കിൽ എനിക്കറിയില്ല പാറു നിന്നോട് എന്ത് പറയണമെന്ന്. 2 കൈകൾ കൊണ്ടും ഹരി മുടിയിൽ കൊരുത്തി വലിച്ചു. എന്നെ നോക്കാതിരിക്കല്ലേ, എന്നോട് മിണ്ടാതിരിക്കല്ലേ. ഞാൻ എന്നെ തന്നെ വെറുത്തു പോകും പാറു. ഹരിയുടെ വേദന ആ വാക്കുകൾ വ്യക്തമാക്കി കൊടുത്തിരുന്നു. എനിക്കറിയാം, നന്നായിട്ടറിയാം പാറു, നിനക്ക് സമയം വേണമെന്ന്. കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ്. ഇനി ഒരിക്കലും ആ ഇഷ്ടം പറഞ്ഞ് നിന്റെ മുന്നിൽ ഞാൻ വരില്ല. നിന്റെ മനസ്സൊരുങ്ങും വരെയും. അതുപോരെ? വിശ്വാസമില്ലേ നിനക്കെന്നെ? ഹരി പറയുന്നതിനിടെ പാർവതിയുടെ കയ്യിൽ പിടിച്ചു. ആ ശരീരത്തിൻ്റെ വിറയിൽ അവൻ അറിയാൻ കഴിഞ്ഞിരുന്നു. ശബ്ദമില്ലെങ്കിലും അവൾ ഉള്ളുലഞ്ഞ് കരയുകയാണെന്ന് അവന് തോന്നി. ചേർത്തുനിന്ന് നിർത്താൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഈ നിമിഷം അത് അവളോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ദ്രോഹമാവുമെന്ന് അവന് ഉറപ്പുള്ളതുകൊണ്ട് ഹരി അതിന് മുതിർന്നില്ല. കരയണ്ട, ഞാനുണ്ടാകും. ഇതുവരെയും എങ്ങനെയായിരുന്നു നിനക്ക് ഞാൻ, അതുപോലെ തന്നെ ഇനിയും നിന്റെ കൂടെയുണ്ടാകും. എനിക്ക് മനസ്സിലാവും നിന്റെ മനസ്സ്, ഈ വേദനയല്ല. ഉള്ളിൽ അവനെ പറഞ്ഞു തിരുത്താൻ അവൾ കരുതി വെച്ച വാക്കുകളൊക്കെയും എവിടെയോ പോയി ഒളിച്ചിരുന്നു. അതുപോലെ ഒരിക്കൽ നിനക്ക് എന്നെയും മനസ്സിലാവും. കുഞ്ഞൊരു ചിരിയോടെ കണ്ണിൽ പ്രതീക്ഷയുടെ ജ്വലിക്കുന്ന പൂക്കളുമായി ഹരി അത് പറയുമ്പോൾ പാർവതി വീണ്ടും തളർന്നു പോയിരുന്നു.